ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്ന ആ ഒരു രഹസ്യ റിപ്പോർട്ട് ഇപ്പോൾ ഇന്ന് കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ ഉറക്കം കെടുത്തിക്കഴിഞ്ഞു. തോൽവിയുടെ വക്കിൽ നിൽക്കുന്ന BJPക്ക് കേരളത്തിൽ വൻ അട്ടിമറി വിജയം സമ്മാനിക്കാൻ പോകുന്ന നിമിഷം ഇങ്ങെത്തിയിരിക്കുകയാണ്. അതെ, ഈ നീക്കം യഥാർത്ഥത്തിൽ മോദി സർക്കാർ കേരളത്തിൽ താമര വിരിയിക്കാൻ ഒരുക്കുന്ന തുറുപ്പു ചീട്ട് തന്നെയാണ്. തിരുവനന്തപുരവും കണ്ണൂരും കോഴിക്കോടും ഉൾപ്പെടെ നമ്മൾ ഇന്നുവരെ കണ്ട കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം ഇനി ചരിത്രമാകാൻ പോകുന്നു. ഇന്ത്യയിലെ പാർലമെന്റ് മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട് അത്യന്തം നിർണായകമായ ഒരു പ്രവർത്തന രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ ഷിമിക രവിയും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രമുഖ ശാസ്ത്രജ്ഞനായ മുദിത് കപൂറും ചേർന്ന് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് വെറുമൊരു സാമ്പത്തിക വിശകലനമല്ല. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ, പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റി എഴുതാൻ പോകുന്ന ഒരു ബ്രഹ്മാണ്ഡ പ്ലാനാണ്. വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ പ്രതിപക്ഷം പാർലമെന്റിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അതിനെയെല്ലാം മറികടന്ന് കൃത്യമായ ശാസ്ത്രീയ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പുതിയ കരുനീക്കം നടത്തുന്നത്. രാജ്യത്തെ നിലവിലുള്ള 543 ലോക്സഭാ സീറ്റുകൾ ഒറ്റയടിക്ക് 824 ഉയർത്താനാണ് ഈ സമിതി ശുപാർശ ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഇന്ത്യയിലെ വലിയ 170 മണ്ഡലങ്ങൾ വിഭജിക്കും. ചിന്തിച്ചു നോക്കൂ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്തത്ര വലിയൊരു ജനാധിപത്യ പുനഃസംഘടനയ്ക്കാണ് മോദി സർക്കാർ കളമൊരുക്കുന്നത്. ഇനി നമുക്ക് കേരളത്തിലേക്കൊന്ന് വരാം. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളായ CPM, കോൺഗ്രസ് ഇതൊക്കെ എന്തിനാണ് ഈ റിപ്പോർട്ട് കണ്ട് ഇത്രയധികം ഭയപ്പെടുന്നത് എന്നറിയാമോ? കാരണം മറ്റൊന്നുമല്ല, കേരളത്തിലെ ആകെയുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ കൃത്യം 10 എണ്ണം രണ്ടായി വിഭജിക്കാൻ പോകുന്നു. അതായത് കേരളത്തിലെ പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം 20-ൽ നിന്നും ഒറ്റയടിക്ക് 30 വർദ്ധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ മണ്ഡലങ്ങൾ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് വ്യക്തമാകും. വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ കണ്ണൂർ, വടകര, കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി. ഓക്കെ. മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ തൃശൂർ, ചാലക്കുടി, എറണാകുളം 3 എണ്ണം. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ആലപ്പുഴ, തിരുവനന്തപുരം, ഈ 10 മണ്ഡലങ്ങളും രണ്ടായി വിഭജിക്കപ്പെടും. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇടത് വലത് മുന്നണികൾ വിയർക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? അതായത് ഇതിന്റെ ഉത്തരത്തിലേക്ക് കടക്കുമ്പോൾ നിലവിലെ വലിയ മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വികേന്ദ്രീകരിച്ച് കിടക്കുന്നത് കൊണ്ട് BJP നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന അവസ്ഥ വരെയുണ്ട്. എന്നാൽ ഈ വിഭജനം വരുന്നതോടെ BJPക്ക് ശക്തമായ സ്വാധീനമുള്ള പോക്കറ്റുകൾ മാത്രമായി പുതിയ മണ്ഡലങ്ങളൊക്കെ രൂപീകരിക്കപ്പെടും. ഇത് BJPയുടെ വിജയ സാധ്യത 100% വർദ്ധിപ്പിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. നിങ്ങൾക്ക് ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കി തരാം. ഇടതുപക്ഷവും കോൺഗ്രസും കാലാകാലങ്ങളായി കുത്തകയാക്കി വെച്ചിരുന്ന വോട്ട് ബാങ്കുകളിലാണ് മോദി സർക്കാരിന്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് വീഴാൻ പോകുന്നത്. ഇനി നമുക്ക് ഏറ്റവും വലിയ സസ്പെൻസിലേക്ക് വരാം. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയോ? ഈ പുതിയ പുനർനിർണയ ശുപാർശ നടപ്പിലാക്കുന്നതോടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം രണ്ടായിട്ട് വിഭജിക്കപ്പെടും. ഇതോടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ആകെ 3 പാർലമെന്റ് മണ്ഡലങ്ങൾ നിലവിൽ വരും. ഇതിലെ ഏറ്റവും മാരകമായ ട്വിസ്റ്റ് എന്താണെന്നറിയാമോ? വിഭജിക്കപ്പെടുന്നതിൽ ഒരു മണ്ഡലം പൂർണ്ണമായും, അതായത് നഗരമേഖല അഥവാ അർബൻ കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമായി ഒതുങ്ങും. അതായത് തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ വോട്ടർമാരും തീരദേശത്തോട് ചേർന്നുള്ള നഗര വോട്ടർമാരും മാത്രം അടങ്ങുന്ന ഒരു പ്രത്യേക മണ്ഡലം. ഇവിടെയാണ് BJPയുടെ തന്ത്രപരമായ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ BJPക്കുള്ള വോട്ട് വിഹിതം എത്രത്തോളം വലുതാണ് എന്ന്. കഴിഞ്ഞ നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലെ ഡാറ്റ പരിശോധിച്ചു കഴിഞ്ഞാൽ നഗരമേഖലകളിൽ BJPയാണ് ഒന്നാമതുള്ളത്. എന്നാൽ ഗ്രാമീണ വോട്ടുകളും തീരദേശ വോട്ടുകളും ഒരുമിച്ച് വരുമ്പോൾ മാത്രമാണ് കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ ഇവിടെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴിതാ കേന്ദ്രത്തിന്റെ പുതിയ തന്ത്രത്തിലൂടെ ഗ്രാമീണ വോട്ടുകളെ മാറ്റി നിർത്തി BJPക്ക് കൃത്യമായി വിജയിക്കാൻ സാധിക്കുന്ന തരത്തിൽ നഗര വോട്ടർമാരെ മാത്രം കേന്ദ്രീകരിച്ചൊരു പുതിയ മണ്ഡലം വരുന്നു എന്ന വാർത്ത വരുമ്പോൾ തിരുവനന്തപുരത്ത് താമര വിരിയിക്കാൻ കേന്ദ്ര ഭരണകക്ഷി ഒരുക്കുന്ന ഈ തന്ത്രപരമായ കരുനീക്കം കണ്ട് പ്രാദേശിക കോൺഗ്രസ് CPM നേതൃത്വങ്ങൾ അന്തം വിട്ടു നിൽക്കുകയാണ്. മനസ്സിലായോ? അതായത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് ശീലിച്ചവർക്ക് ഇതൊരു കനത്ത പ്രഹരം തന്നെ ആയിരിക്കും. പ്രീണനവും ഒക്കെ ഇതോടെ അവസാനിക്കും. അപ്പോൾ ഈ റിപ്പോർട്ടിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാന വാദം എന്താണെന്ന് അറിയാമോ? ഇത് നടപ്പിലായി കഴിഞ്ഞ പാർലമെന്റിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം കുറയുമെന്നാണ്. അതെങ്ങനെ?
നമുക്ക് ഈ കണക്കുകൾ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം. നിലവിൽ രാജ്യത്തെ 543 സീറ്റുകളിൽ 20 സീറ്റുകൾ മാത്രമേ കേരളത്തിനുള്ളൂ. അതായത് 3.68% മാത്രം പ്രാതിനിധ്യം. പുതിയ ശുപാർശ പ്രകാരം രാജ്യത്തെ സീറ്റുകൾ 824 ഉയരുമ്പോൾ കേരളത്തിന് 30 സീറ്റുകൾ ലഭിക്കും. അപ്പൊ പ്രാതിനിധ്യം 3.64% നേരിയ തോതിൽ കുറയും. തമിഴ്നാട്ടിലും ഇതേ അവസ്ഥയാണ്. സീറ്റുകൾ 39 നിന്ന് 59 ഉയരുമെങ്കിലും അവരുടെ പ്രാതിനിധ്യം 7.18 നിന്ന് 7.16 കുറയും. പക്ഷെ ഇവിടെയാണ് BJPയുടെ ദേശീയ ദർശനം നമ്മൾ കാണേണ്ടത്. സംസ്ഥാന അടിസ്ഥാനത്തിൽ നേരിയ വ്യത്യാസങ്ങൾ വന്നു പോയാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മൊത്തത്തിലുള്ള പ്രാതിനിധ്യം പാർലമെന്റിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ദക്ഷിണേന്ത്യൻ പ്രാതിനിധ്യം നിലവിലെ 23.6% നിന്നും 23.7% ഉയരും. തെലങ്കാനയിൽ സീറ്റുകൾ 17 നിന്ന് 26 വർദ്ധിക്കും. ആന്ധ്രാപ്രദേശിൽ 25 സീറ്റിൽ നിന്നും 38 ഉയരും. കർണാടകയിൽ 28 സീറ്റുകളിൽ നിന്നും വമ്പിച്ച വർധനവോടെ 42 സീറ്റുകളാകും. നിങ്ങൾക്കൊക്കെ എപ്പോഴും ഉത്തരേന്ത്യയെ കുറിച്ചല്ലേ നിങ്ങൾക്ക് ആശങ്ക. ഇപ്പോഴത്തെ ദക്ഷിണേന്ത്യയിലേക്ക് പ്രാതിനിധ്യം വരുമ്പോൾ അത് മാറില്ലേ? അതേസമയം ഉത്തർപ്രദേശിൽ സീറ്റുകൾ 80 നിന്ന് 120 മഹാരാഷ്ട്രയിൽ 48 നിന്ന് 72 ഉയരും. വിഭജിക്കപ്പെടുന്ന 59 മണ്ഡലങ്ങളിൽ സിംഹഭാഗവും അതായത് 22 എണ്ണവും വരുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്. ഇതൊരു പൊതുവായ ഫോർമുല വെച്ചിട്ടല്ല കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഓരോ പ്രദേശത്തിന്റെയും ജനസംഖ്യാപരവും ഭാഷാപരവുമായിട്ടുള്ള സാംസ്കാരികപരവുമായിട്ടുള്ള പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ടുള്ള കൃത്യമായ ശാസ്ത്രീയ പഠനമാണ് ഇതിന് പിന്നിൽ നടക്കുന്നത്. വോട്ടർമാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് ജനപ്രാതിനിധ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് മോദി സർക്കാരിന്റെ കൃത്യമായ വിലയിരുത്തലാണ് ഇതിലൂടെ നടപ്പിലാകുന്നത്. 2024 പൊതു തെരഞ്ഞെടുപ്പ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ശരാശരി 18.2 ലക്ഷം വോട്ടർമാരാണുള്ളത്. എന്നാൽ മെട്രോ നഗരങ്ങളിലേക്ക് വരുമ്പോൾ ഈ 32 ലക്ഷത്തിനും മുകളിലാണ് അവസ്ഥ. അപ്പോൾ ഇത് ജനപ്രാതിനിധ്യത്തിൽ വലിയ അസമത്വം ഉണ്ടാക്കുന്നുണ്ട്. നഗരപ്രദേശങ്ങളിൽ പൊതുവെ പോളിംഗ് ശതമാനം കുറവാണ്. അതിൽ തന്നെ ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ വോട്ട് വിഹിതത്തിൽ വലിയ കുറവുണ്ടാകുന്നു എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനാണ് മോദി സർക്കാർ അടുത്ത മാസ്റ്റർ സ്ട്രോക്ക് വെച്ചിരിക്കുന്നത്. നഗരമേഖലകളിലെ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി മഹാനഗരങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പ്രത്യേക പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കാൻ സമിതി ശുപാർശ ചെയ്യുന്നുണ്ട്. കൂടാതെ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന നഗരവാസികളായിട്ടുള്ള സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള പോളിംഗ് സമയവും വൈകുന്നേരങ്ങളിലേക്ക് ദീർഘിപ്പിച്ച് നൽകാനും ഈ പ്രവർത്തന രേഖയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സ്ത്രീ വോട്ടർമാരുടെയും നഗരങ്ങളിലെ മധ്യവർഗത്തിന്റെയും വോട്ടുകൾ എന്നും BJPയുടെ ഏറ്റവും വലിയ കരുത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെ നഗരമണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം കുത്തനെ ഉയരുകയും ചെയ്യും. അതായത് ഇത് സ്വാഭാവികമായിട്ടും BJPക്ക് വൻ ഭൂരിപക്ഷം സമ്മാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചുരുക്കി പറഞ്ഞാൽ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങൾ വിശ്വസിച്ച് ഇത്രയും കാലം ഇങ്ങനെ ഭരണം പങ്കിട്ടെടുത്ത കേരളത്തിലെ മുന്നണികൾക്ക് ഇനി വലിയൊരു തിരിച്ചടിയാണ്, അല്ലെങ്കിൽ അവരുടെ കാലിടറാൻ പോവുകയാണ്. ഓരോ വോട്ടറുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് രാജ്യം വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ അതിനൊപ്പം കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ യുഗം പിറക്കുകയാണ്. അത് പിന്നെ അങ്ങനെ വേണ്ടേ അല്ലേ? നാടോടുമ്പോൾ നടുവി ഓടണം എന്നൊക്കെ പറയുന്ന പോലെ അപ്ഡേറ്റുകൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കണം. തിരുവനന്തപുരത്തെ നഗരമണ്ഡലത്തിലും തൃശ്ശൂരിലും എറണാകുളത്തും എല്ലാം വരാൻ പോകുന്ന ഈ മാറ്റം കേരള രാഷ്ട്രീയത്തെ എങ്ങോട്ട് നയിക്കും? അപ്പോൾ മോദി സർക്കാർ വിഭാവനം ചെയ്യുന്ന ഈ പുതിയ ഇന്ത്യയിൽ കേരളത്തിൽ താമര വിരിയുന്നത് തടയാൻ ഇനി ഇടത് വലത് മുന്നണികൾക്ക് സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ കേരളം ഈ പുതിയ മാറ്റത്തെ ഇരുകയും നീട്ടി സ്വീകരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.